സൂക്ഷിച്ച് നോക്കണ്ട, ഇത് ഞാൻ തന്നെയാണ്, ചെറിയൊരു കയ്യബദ്ധം പറ്റിയതാണ്, ഇനി ആവർത്തിക്കൂല. ഓക്കെ, മോട്ടറോളയുടെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സെല്ലിംഗ് ഫോൺ, അതായത് മോട്ടറോള പറയുന്നതനുസരിച്ച് അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ഫോണായ മോട്ടോ G54ന്റെ നെക്സ്റ്റ് പതിപ്പായ മോട്ടോ G64 ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അടിമുടി മാറ്റം ഒന്നും വന്നിട്ടില്ല, അവിടെ ചെറിയ മാറ്റങ്ങൾ മോട്ടറോള കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾ മോട്ടറോളയുടെ മോട്ടോ G54 വാങ്ങാൻ ഇരിക്കുകയായിരുന്നെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഈ മോട്ടോ G64 വാങ്ങാം. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ടെക് കണ്ടന്റ് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ടിപ്പിക്കൽ മോട്ടറോള പാക്കേജിങ്ങിലാണ് വരുന്നത്. ബോക്സിൽ ഫോണുണ്ട്, TPU കേസ്, ഡോക്യുമെന്റ്സ്, 33 വാട്ടിന്റെ ചാർജർ ആൻഡ് Type-C ചാർജിംഗ് കേബിൾ. ഈ മോട്ടോ G64 5Gയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പെർഫോമൻസ് ആണ്. സോ മോട്ടറോള പറയുന്ന അനുസരിച്ച് ദിസ് ഇസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഫോൺ വിത്ത് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 7025 ചിപ്സെറ്റ്. ഓക്കെ, ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന് മുൻപ് വന്ന G54 ഉണ്ടല്ലോ, അതിൽ മീഡിയാടെക് ഡയമൻസിറ്റി 7020 ആയിരുന്നു. അതിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് മീഡിയാടെക് 7025 ഇറക്കിയിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ടെക്നിക്കലി ഫസ്റ്റ് ഫോൺ, വേൾഡ്സ് ഫസ്റ്റ് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും, പക്ഷേ അങ്ങനെ ഭയങ്കരമായ മാറ്റങ്ങളൊന്നും ആക്ച്വലി ഇല്ല. എനിവേ ചിപ്സെറ്റ് നല്ലതാണ്, നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. അതായത് 5 lakhന്റെ മേളിലുള്ള AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്കോറാണ്. പിന്നെ ഓവറോൾ ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഫോണിൽ വരുന്ന 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവിടെ യാതൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. തീർച്ചയായിട്ടും ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ഒരു ഫോണിൽ 60 FPS BGMI ഗെയിം പ്ലേ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല. സോ ഇവിടെ 40 FPS ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് ബോർ അടിക്കുമ്പോഴൊക്കെ ഗെയിംസ് ഒക്കെ എടുത്ത് കളിക്കാൻ പറ്റും. അങ്ങനെ വലിയ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ ഫോൺ 14 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ VoNR എന്ന് വെച്ചാൽ വോയിസ് ഓവർ ന്യൂ റേഡിയോ എന്ന് വെച്ചാൽ 4Gയിലുള്ള വോൾട്ടി ഇല്ലേ, അത് 5Gയിലേക്ക് വരുമ്പോൾ അതിനെയാണ് വോയിസ് ഓവർ NR എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഫോൺ കോളൊക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ കൂട്ടുന്ന സംഭവമാണ് ഈ വോയിസ് ഓവർ NR. എൻ്റെ കയ്യിലുള്ള ഈ ഒരു യൂണിറ്റിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വോയിസ് ഓവർ NR വർക്ക് ആവുന്നില്ല. മോട്ടറോള പറയുന്നതനുസരിച്ച് ഇതൊരു ഫാക്ടറി റിവ്യൂ യൂണിറ്റ് ആയതുകൊണ്ടാണ് വർക്ക് ആവാത്തത്. റീറ്റെയിൽ യൂണിറ്റിൽ അത് വർക്ക് ആവും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ. ബാക്കി നെറ്റ്വർക്ക് സ്റ്റെബിലിറ്റി ആണെങ്കിലും 5Gയുടെ സ്പീഡ് ആണെങ്കിലും കോൾ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. അങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഫുൾ മാർക്സ് ഉണ്ട്. 8GB 128GB ആൻഡ് 12GB 256GB ആണ് 2 RAM സ്റ്റോറേജ് വേരിയൻസ്. LPDDR4X RAM ആൻഡ് UFS 2.2 സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഓക്കെയാണ്, നോ കംപ്ലൈൻസ്. ഒരു കാര്യം എന്തായാലും സമ്മതിച്ചേ പറ്റൂ, ഈ ചപ്പും ചവറുള്ള 2 മെഗാപിക്സൽ മാക്രോ, 2 മെഗാപിക്സൽ ഡെപ്ത് ഒന്നും ഇവിടെ വരുന്നില്ല. കൊടുത്തിരിക്കുന്ന 2 ക്യാമറാസും യൂസ്ഫുൾ ക്യാമറാസ് ആണ്. അതായത് അൾട്രാവൈഡ് ക്യാമറയും വരുന്നുണ്ട്. പല ബ്രാൻഡുകളും, എനിക്ക് തോന്നുന്നു മിക്ക എല്ലാ ബ്രാൻഡുകളും ഈ പ്രൈസിൽ വരുന്ന 5G ഫോണിൽ നിന്ന് അൾട്രാവൈഡ് ക്യാമറ എടുത്ത് മാറ്റുന്നുണ്ട്. മോട്ടറോള ഈ ഫോണിൽ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്യാമറ ആൻഡ് 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറയാണ് തന്നിരിക്കുന്നത്. ഫ്രണ്ടിലുള്ളത് 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്, അങ്ങനെ വലിയ കംപ്ലൈൻസ് ഒന്നുമില്ല. കളേഴ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം നൈസ് ആണ്. ചെറിയൊരു വാം ടോൺ ഉണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു വാം ടോൺ ഇഷ്ടമാണെങ്കിൽ ഈ ഫോണിന്റെ ആ ഒരു ഫോട്ടോസ് ഒക്കെ ഇഷ്ടപ്പെടും. പോർട്രേറ്റ് ഫോട്ടോസിലുള്ള HD ഡിറ്റക്ഷൻ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഡീസെന്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ക്യാമറ ആയതുകൊണ്ട് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ട്, അതായത് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ തലയുടെ ബാക്കിൽ ഭയങ്കരമായിട്ട് വൈറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുക. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ക്യാമറ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ ഈ ഫോണിന്റെ ക്യാമറയിൽ OIS വരുന്നതുകൊണ്ട് പ്ലസ് ഇതിൽ നൈറ്റ് മോഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഡീസന്റ് നൈറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. അതായത് വിത്തൗട്ട് നൈറ്റ് മോഡ് ആൻഡ് വിത്ത് നൈറ്റ് മോഡ്. സോ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അൾട്രാവൈഡ് ക്യാമറ വെച്ച് ഡീസന്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് അൾട്രാവൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ടല്ലോ. സോ നിങ്ങൾക്ക് അത് വെച്ച് അത്യാവശ്യം വൈഡ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ ആൻഡ് മെയിൻ ക്യാമറ രണ്ടും വെച്ച് നിങ്ങൾക്ക് 1080p വീഡിയോസ് എടുക്കാൻ പറ്റും. നോർമൽ മോഡിൽ സ്റ്റെബിലൈസേഷൻ വരുന്നില്ല, അതായത് ചെറിയ കുലുക്കം ഫേസ് ചെയ്യും ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ റിയർ ക്യാമറ ആണെങ്കിൽ. എന്നാൽ സ്റ്റേബിൾ മോഡിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡീസന്റ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അതായത് നോർമൽ മോഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ സ്റ്റെബിലൈസേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡ്യുവൽ വീഡിയോ മോഡിന്റെ ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ വെച്ച് ഒരേ സമയത്ത് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഹാൻഡ് ജെസ്റ്റർ ആൻഡ് ഓട്ടോ സ്മൈൽ ക്യാപ്ചറിന്റെ ഫീച്ചറും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് Android 14 ആണ് വരുന്നത് വിത്ത് ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഈയിടെ മോട്ടറോള അവരുടെ ബഡ്ജറ്റ് ഫോൺസിൽ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻസ് റെക്കമെൻഡ് ചെയ്യുന്ന ഗെയിം ഹബ്ബും പിന്നെ ഈ എന്റർടൈൻമെന്റ് ഹബ്ബും അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. പ്ലസ് ഒരു റമ്മി ആപ്ലിക്കേഷൻ കണ്ടു, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വേണമെങ്കിൽ മോട്ടറോളയ്ക്ക് അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, എനിവേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണെങ്കിലും ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈസിലി ഇത് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ
ചെയ്യാൻ പറ്റും. എൻ്റെ സജഷൻ ആയിരിക്കും എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, എന്നാൽ നമ്മളൊരു മോട്ടറോള ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മിക്ക എല്ലാ ഫീച്ചേഴ്സും ഈ ഫോണിലും വരുന്നുണ്ട്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ മോട്ടോ സെക്യൂറിന്റെ ഫീച്ചർ, ആ മോട്ടോ സെക്യൂറിന്റെ ഫീച്ചറിൽ നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, സെക്യൂർ ഫോൾഡർ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസും ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പ്രൈവസി ഡാഷ്ബോർഡ് വരുന്നുണ്ട്, പ്ലസ് ഫാമിലി സ്പേസ് 2.0 ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു മോട്ടറോള ഫോൺ നിങ്ങളുടെ കൊച്ചിന്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവരെന്തൊക്കെ കാണണം, എന്തൊക്കെ കാണാൻ പാടില്ല, എത്ര നേരം ഫോൺ യൂസ് ചെയ്യണം, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അറിയാലോ ചോപ്പ് ഫ്ലാഷ് ലൈറ്റിൻ്റെ ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാമറ ഓപ്പൺ ആവുന്ന ഫീച്ചർ, അതെല്ലാം ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. FM റേഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം ഫാസ്റ്റ് ആണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. 6000 mAh ഒരു യമണ്ടൻ ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഈസിലി നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഒരു മോഡറേറ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ അടുത്ത ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും. സോ ദാറ്റ് ഈസ് വെരി നൈസ്. 6000 mAh എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ബോക്സിൽ 33 വാട്ടിന്റെ ചാർജറാണ് തന്നിരിക്കുന്നത്. ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഈ ഫോൺ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ IPS LCD പാനലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രൈസിൽ AMOLED ഡിസ്പ്ലേസ് വാങ്ങിക്കാൻ പറ്റും. എന്നാൽ AMOLED ഡിസ്പ്ലേസ് വരുന്ന ആ പറഞ്ഞ ഫോണുകളിൽ കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒന്നെങ്കിൽ 5G ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി പവർ കുറഞ്ഞ ഒരു ചിപ്സെറ്റ്, പഴയ Android 13, മോണോ സ്പീക്കേഴ്സ്, ഈ പറഞ്ഞ കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. സോ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നിങ്ങളൊരു ഫോൺ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഈ ഒരു ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 6.5 ഇഞ്ച് സൈസുള്ള ഫുൾ HD+ IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, എന്നാൽ കൂടെ ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് നൈസ് ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഫോണിന്റെ ബാക്കിൽ മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ആക്രിലിക് ഗ്ലാസ് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്: ഐസ് ലൈലാക്ക്, മിന്റ് ഗ്രീൻ ആൻഡ് പേൾ ബ്ലൂ. 6000 mAh ഒരു ബാറ്ററി ഉണ്ടായിട്ടും ഫോൺ അത്രയും ഹെവി അല്ല. അതായത് എനിക്ക് തോന്നുന്നു 190 gram ആയിരിക്കും വെയിറ്റ്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഫോൺ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, അങ്ങനെ ഹെവി ആയിട്ട് എനിക്ക് തോന്നിയില്ല. 8GB 120GB പ്രൈസ് ആണ് 14,999 രൂപ. 12GB 256GB പ്രൈസ് ആണ് 16,999 രൂപ. എന്നാൽ 1100 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ബാങ്ക് ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ 1000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, 2 സെലക്ട് ചെയ്യാൻ പറ്റൂല. സോ ഒന്നെങ്കിൽ ബാങ്ക് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 1000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈടാക്കാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫർ പ്രൈസ് 13,999 രൂപയായിരിക്കും. ഫ്ലിപ്കാർട്ടിലാണ് ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ G54 ഉണ്ടായിരുന്നല്ലോ. സോ ആ മോട്ടോ G54 വാങ്ങാൻ നോക്കുന്നവർക്ക് വേണ്ടി ഒരു പുതിയ ഫോൺ മോട്ടോറോള ഇറക്കിയിരിക്കുകയാണ്. അതാണ് ഈ മോട്ടോ G64. ഫീച്ചേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫീച്ചർ പാക്ഡ് ഓൾറൗണ്ട് ഫോൺ എന്ന് പറയാൻ പറ്റും. അതാണ് ബേസിക്കലി മോട്ടോ G64. ബാക്കി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.